നമസ്കാരം. നമ്മുടെയൊക്കെ റിലേഷൻഷിപ്പുകളില് ചിലരുടെ പെരുമാറ്റങ്ങള് നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കാറില്ലേ? ചിലപ്പോൾ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ആ ബന്ധം വേണ്ടെന്ന് വെക്കാൻ വയ്യാത്തതുകൊണ്ടോ നമ്മൾ പലതും സഹിക്കും. പക്ഷെ എവിടെയാണ് നമ്മളൊരു വര വരയ്ക്കേണ്ടത്? സഹിക്കാൻ പാടില്ലാത്ത ചില പെരുമാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈയൊരു ചോദ്യം സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. ചിലരുമായി സംസാരിച്ചു കഴിയുമ്പോൾ ഒരു കാരണവുമില്ലാതെ നമുക്കൊരു ഭാരം തോന്നാറില്ലേ? എന്ത് പ്രശ്നം വന്നാലും അവസാനം കുറ്റം മുഴുവൻ നമ്മുടെ തലയിലാകുന്നതുപോലെ. അങ്ങനെ നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്കുള്ളതാണ്. സൈക്കോളജിസ്റ്റുകൾ പറയുന്നതെന്താന്ന് വെച്ചാൽ, ഇത്തരം പെരുമാറ്റങ്ങളെ നമ്മൾ വെറുമൊരു ശല്യമായിട്ട് കാണരുത്. ഇത് നമ്മുടെ മാനസികാരോഗ്യത്തെയും ജീവിതത്തെയും വളരെ മോശമായി ബാധിക്കുന്ന ഭീഷണികളാണ്. ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നത് ഭാവിയിൽ വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചേക്കാം. അപ്പോ നമ്മൾ ഒരിക്കലും സഹിക്കാൻ പാടില്ലാത്ത ആ 5 പെരുമാറ്റങ്ങളിൽ ആദ്യത്തേതിലേക്ക് കടക്കാം. അതാണ് മാനിപ്പുലേഷൻ. അതായത് വൈകാരികമായി നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി. എന്താണിത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, മറ്റൊരാൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളെയും ഫീലിംഗ്സിനെയും മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയൊരു ട്രാപ്പ് എന്താണെന്നറിയോ? ഇത് തുടക്കത്തിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും അവരിത് തുടങ്ങുക. ഇതിന്റെ ചില പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എപ്പോഴും നിങ്ങളിൽ കുറ്റബോധമുണ്ടാക്കുക, അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് നിങ്ങളെ കൺഫ്യൂഷനിലാക്കുക, നിങ്ങളുടെ സ്വന്തം ഓർമ്മയെയും ചിന്തകളെയും വരെ നിങ്ങൾ സംശയിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കും. ഇതിന് ഗ്യാസ് ലൈറ്റിംഗ് എന്നൊരു പേരുണ്ട്. ഇത് വളരെ സീരിയസ് ആയ ഒരു റെഡ് ഫ്ലാഗാണ്. നമ്മൾ തീർച്ചയായും തിരിച്ചറിയേണ്ട ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഡിസ്റെസ്പെക്ട് അല്ലെങ്കിൽ ബഹുമാനമില്ലായ്മ. നിങ്ങളുടെ വികാരങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ നിങ്ങൾ വയ്ക്കുന്ന അതിരുകൾക്കോ ഒരു വിലയും കൽപ്പിക്കാതിരിക്കുക. ഇതൊരിക്കലും ഒരു ചെറിയ മര്യാദകേടായിട്ട് മാത്രം കാണരുത്. പല സ്റ്റഡീസും തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഒരാളിൽ നിന്ന് തുടർച്ചയായി ബഹുമാനക്കുറവ് നേരിടുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും. പതിയെ പതിയെ അത് ഭയങ്കരമായ മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മളെ തള്ളിവിടും. നമ്മുടെ വില നമുക്ക് തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഒരു റിലേഷൻഷിപ്പില് പരസ്പര ബഹുമാനമെന്ന് പറയുന്നത് ഒരു നോൺ നെഗോഷ്യബിൾ കാര്യമാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്. അത് ഏതൊരു നല്ല ബന്ധത്തിന്റെയും അടിത്തറയാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പെരുമാറ്റത്തിലേക്ക് വരാം. ദ ബ്ലെയിം ഗെയിം അഥവാ കുറ്റപ്പെടുത്തൽ. അതായത് സ്വന്തം ഭാഗത്തുള്ള ഒരു തെറ്റും ഒരിക്കലും സമ്മതിക്കാതെ എല്ലാത്തിനും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആളുകൾ. ഇങ്ങനെയുള്ളവരുടെ കുറച്ച് സ്വഭാവങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അവരുടെ ജീവിതത്തിലെ എന്ത് പ്രശ്നത്തിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരിക്കൽ പോലും സോറി, എന്റെ തെറ്റാണ് എന്ന് പറയില്ല. പകരം എല്ലാത്തിനും കാരണം നിങ്ങളാണെന്ന് നിങ്ങളെക്കൊണ്ട് തന്നെ വിശ്വസിപ്പിക്കാൻ നോക്കും. ഒന്നാലോചിച്ചു നോക്കിയേ, സ്റ്റീവ് ജോബ്സിനെ പോലെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന വിജയിച്ച ആളുകൾ പോലും അവരുടെ തെറ്റുകൾ പബ്ലിക്കായി സമ്മതിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. അപ്പോ എനിക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരാളുടെ കൂടെയാണ് നിങ്ങളെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പിന്റെ വ്യക്തമായ സൂചനയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ഗൗരവമേറിയ 2 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരു കാരണവശാലും സഹിക്കാൻ പാടില്ലാത്ത 2 പെരുമാറ്റങ്ങൾ: ഉപദ്രവങ്ങളും പിന്നെ നിർത്താതെയുള്ള കള്ളം പറച്ചിലും. ഇവ രണ്ടും നിങ്ങളുടെ സുരക്ഷയ്ക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളാണ്. ഉപദ്രവം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് ശാരീരികമായ അടികളോ മറ്റോ ആയിരിക്കും. പക്ഷെ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വാക്കുകൾ കൊണ്ടുള്ള ഉപദ്രവവും വൈകാരികമായ പീഡനവുമൊക്കെ നമ്മുടെ തലച്ചോറിനെ ഏതാണ്ട് അതുപോലെ തന്നെ ആഴത്തിൽ മുറിവേൽപ്പിക്കുമെന്നാണ്. അതിന്റെ മുറിവുകൾ പുറമേ കാണില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കുക: നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരാളോടൊപ്പം തുടരേണ്ട ഒരു ആവശ്യവുമില്ല. അഞ്ചാമത്തെയും അവസാനത്തേതുമായ കാര്യമാണ് ശീലമായ കള്ളം പറച്ചിൽ. നമ്മളെല്ലാവരും ചിലപ്പം ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഞാനിവിടെ പറയുന്നത് അതിനെക്കുറിച്ചല്ല. എല്ലാ കാര്യത്തിലും ചെറുതും വലുതുമായ കള്ളം പറയുന്നത് ഒരു സ്വഭാവമാക്കിയ ആളുകളെക്കുറിച്ചാണ്. ഇത് മറ്റൊരാളെ കബളിപ്പിക്കാൻ മാത്രമല്ല, അവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ വിശ്വാസമാണ്, അല്ലേ? തുടർച്ചയായ കള്ളങ്ങൾ ആ വിശ്വാസത്തെ തകർക്കുമ്പോൾ ആ ബന്ധം തന്നെ പതിയെ ഇല്ലാതായി പോകും. അപ്പോ ഈ 5 തരം മോശം പെരുമാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് രക്ഷപ്പെടാം, അല്ലേ? അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തിരിച്ചറിവ് തന്നെയാണ്. ഒന്നോർത്തെടുക്കാം: മാനിപ്പുലേഷൻ, ബഹുമാനമില്ലായ്മ,
ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാതിരിക്കുന്നത്, ഉപദ്രവം, പിന്നെ നിർത്താതെയുള്ള കള്ളം പറച്ചിൽ. ഈ 5 കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കരുത്. ഇതിനുള്ള പരിഹാരം വളരെ സിമ്പിളാണ്. ഇത്തരം പെരുമാറ്റങ്ങളെ ആദ്യം തന്നെ തിരിച്ചറിയുക. എന്നിട്ട് ഒരു അതിർവരമ്പ് വെക്കുക. ഇതിനപ്പുറത്തേക്ക് പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറയുക. കാരണം നിങ്ങളുടെ സമാധാനമാണ് എല്ലാത്തിലും വലുത്. പോകുന്നതിനു മുൻപ് ഒരു നിമിഷം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു പെരുമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം സ്വയം സംരക്ഷിക്കാനുള്ള നിങ്ങളുടെ ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും.